ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ എമ്പുരാൻ സിനിമയിലെ ക്യാരക്ടർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ആശീർവാദ് സിനിമാസിൻ്റെ പേജിലൂടെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ടുള്ള ജെയ്സ് ജോസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ജെയ്സ് ജോസിനെ പറ്റി പഴയ ലൂസിഫറിലെയും എമ്പുരാനിലെയും ക്യാരക്ടറിനെ, പുള്ളിയുടെ റോളുകൾ എന്തോരം ഉണ്ട് എന്നുള്ളതും അതുപോലെ പഴയ സിനിമകളുടെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. ജെയ്സ് ജോസ് എന്ന് പറയുന്നത് 2013 ത്രീ ഡോട്ട്സ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള തിരശ്ശീലയിലേക്ക് വന്ന ഒരു നടനാണ്. അപ്പൊ ആദ്യം പുള്ളി ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളുടെ കൂടെയുള്ള ശിങ്കടി റോൾസ്, അത്തരത്തിലുള്ള റോൾസ്, അത്ര കുറച്ച് ഡാർക്ക് ലുക്ക്, നായകന്റെ അടി വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഗുണ്ട എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സെറ്റപ്പിലാണ് പുള്ളി കൂടുതൽ സിനിമകളിലും അഭിനയിച്ചത്. പിന്നെ കുറെ പടങ്ങൾ കുഞ്ചാക്കോവിനൊപ്പം തന്നെയുള്ള ബയ്യ ബയ്യ തുടങ്ങി പല സിനിമകളിലും ഇങ്ങനെ തന്റെ സിനിമാ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈയിടെ ഇറങ്ങിയ ഗുമസ്തൻ എന്നുള്ള സിനിമയിലെ ഒരു ടൈറ്റിൽ റോളിലാണ് പുള്ളിക്ക് ഏറ്റവും ശ്രദ്ധ നേടിക്കൊടുത്തത്. ലൂസിഫർ, ഈ എമ്പുരാന്റെ തന്നെ ഭാഗമായ ലൂസിഫറിൽ ആദ്യം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഏറ്റവും അത്ര മുദ്ര പതിപ്പിച്ച റോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന റോളൊന്നും ആയിരുന്നില്ല. ജെയ്സ് ജോസ് എന്ന് പറയുന്നത് നമ്മുടെ ലൂസിഫറിൽ നമ്മളൊക്കെ കണ്ടിരിക്കുന്ന പോലെ ലാലുണ്ടായിരുന്ന പോലെ ഒരു ഇൻട്രോ സീൻ ഉണ്ടായിരുന്നു. അതിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഷാജൻ ഉള്ളപ്പോൾ തുല്യ പ്രാധാന്യത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ജെയ്സ് ജോസിനെയും കണ്ടിരുന്നു. എന്നാൽ ഇൻട്രോ സീനിൽ ഒതുങ്ങിപ്പോയെങ്കിലും ലൂസിഫറിൽ ഒതുങ്ങിപ്പോയെങ്കിലും നമുക്ക് എമ്പുരാനിൽ നല്ലൊരു ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റായിട്ട് റിലീസ് ചെയ്തതിന് ജെയ്സ് ജോസിനെയാണ്. അതിനർത്ഥം ആൾക്ക് നല്ലൊരു പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ്. ജെയ്സ് ജോസിന്റെ ഗുമസ്തൻ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു ലാസ്റ്റ് ആയിട്ട് ആളൊരു ടൈറ്റിൽ റോളിൽ വന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ആളുടെ ഒരു ടാലന്റ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ആളുടെ മുന്നിലുള്ള പടങ്ങളിലെല്ലാം ഒരു സൈഡ് റോളിംഗ് സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആണെങ്കിലും ഗുമസ്തനിൽ നല്ലൊരു ക്യാരക്ടറിലൂടെ നമുക്ക് ആളുടെ കഴിവ് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എമ്പുരാനിൽ നമുക്ക് ആളിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാവുന്നതായിരിക്കും. എന്തായാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നല്ല രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. ഈ എമ്പുരാൻ എന്നുള്ള സിനിമയിൽ ജെയ്സ് ജോസിന്റെ ക്യാരക്ടറിന്റെ പ്രസക്തി എവിടെ നിന്ന് വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ എമ്പുരാൻ എന്നുള്ള സിനിമ ഒരു പ്രീക്വൽ ആണെങ്കിൽ, നമുക്ക് കിട്ടിയ സൂചനകൾ അനുസരിച്ച് പ്രീക്വൽ ആണെങ്കിൽ, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന നായകന്റെ ജേണി ജെയ്സ് ജോസിന്റെ കണ്ണുകളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ജെയ്സ് ജോസിന്റെ നിഴലും എല്ലാം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൂടെയും സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജെയ്സ് ജോസിന്റെ കണ്ണുകളിലൂടെ, ജോസിന്റെ ഉടലിലൂടെ, ജെയ്സ് ജോസിന്റെ മനസാക്ഷിയിലൂടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ എത്രമാത്രം വളർന്നെന്നും, അല്ല ഇനി മോഹൻലാൽ എന്ന ക്യാരക്ടറിന്റെ വേറൊരു സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലാത്ത വേറൊരു ജേണി കൂടി ഉണ്ടെങ്കിൽ, വേറൊരു ക്യാരക്ടർ ജേണി കൂടി ഉണ്ടെങ്കിൽ അത് ജെയ്സ് ജോസിന്റെ കണ്ണുകളിലൂടെ എങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ സിനിമയിലൂടെ ലഭിക്കും. അതോടെ ആ വെറുതെ ഒരു പ്ലെയിൻ ഒരു പ്രതലത്തിൽ മാത്രം പറഞ്ഞു പോയ ജെയ്സ് ജോസിന്റെ കഴിഞ്ഞ ലൂസിഫറിലെ ക്യാരക്ടർ ഒരു മീറ്റി ആയിട്ട്, ഒരു ഫ്ലഷും ബ്ലഡും ബോണും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഈ എമ്പുരാൻ എന്നുള്ള സിനിമയിൽ കാണാൻ പറ്റും.